തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം വല്ലാത്ത ഒരു ദൈവമാണെന്ന് തോന്നിപ്പോകും. വേലക്കാർ വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഞങ്ങൾ കളകൾ പറിച്ചു കളയട്ടെ. സ്വാഭാവികമായിട്ടുള്ള ഉത്തരം പറിച്ചു കളയാനേ പറയും. പക്ഷെ ഇവിടെ യജമാനനായ ക്രിസ്തുവിൻ്റെ മറുപടി വ്യത്യസ്തമാണ്. കളകളും വിളകളോടൊപ്പം വളരട്ടെ എന്നുള്ളത്. നമ്മുടെ ദൈവത്തിൻ്റെ വലിയ സഹിഷ്ണുതയുടെ ഒരു മനോഭാവമാണ്. അതാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രവിച്ചത്. അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവം ഇല്ല. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്റെ മേലും നീതിരഹിതരുടെ മേലും തൻ്റെ മഴ പെയ്യിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരുണ. ഇവിടെ ശത്രു വന്ന് നല്ല വിത്ത യജമാനനായ ക്രിസ്തു വിതച്ചത്. കാവൽക്കാർ ഉറങ്ങിപ്പോയപ്പോൾ ശത്രു വന്ന് ആരും അറിയാതെ വിളകളുടെ ഇടയിൽ കള വിതച്ചിട്ട് കടന്നു കളയുന്ന ഒരു കോണ്ടെക്സ്റ്റ്. അത് അന്നത്തെ ഉപമ ഇന്നത്തെ യാഥാർത്ഥ്യമാണ് എന്നുള്ളതും നമുക്കറിയാം. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കളകളെ പറിച്ചു കളയുവാൻ ഒത്തിരിയേറെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തു പറയുന്ന കാര്യം എന്താ? ഈ കളകളും ഒരുപക്ഷെ നാളെ വിളകളായി മാറിയാൽ അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ക്രിസ്തു ഈ വചനത്തിലൂടെ ഉപമയിലൂടെ നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, കളകൾക്ക് ഒരു പക്ഷേ വിളകളാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ കളകൾ പറിച്ചു കളയുമ്പോൾ കളകളോടൊപ്പം വിളകളും പറിച്ചു മാറ്റപ്പെട്ടേക്കാം. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നമ്മുടെ സെമിത്തേരിയുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, പുല്ലുകൾ പറിച്ചു കളഞ്ഞ കൂട്ടത്തിൽ ചെടികളും പിഴുതു മാറ്റപ്പെട്ടു എന്നുള്ളതിൽ ഒത്തിരി പേർക്ക് സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ ഖേദിക്കുന്നു എന്ന് നിങ്ങളോട് പറയുകയുണ്ടായി. ഇത് തന്നെ കാര്യം. കാരണം നമ്മൾ പലപ്പോഴും പറിച്ചു കളയുന്നത് ഒരു പക്ഷേ വിളയാണെങ്കിലോ വിധിക്കാൻ നമ്മൾ ആരാ? അതുകൊണ്ട് വിധി കൽപ്പിക്കേണ്ട കർത്താവിന് വിധി വിട്ടുകൊടുക്കുക. നീ വിളയായിട്ട് വളരാൻ പരിശ്രമിക്കുക. ഒരു പക്ഷെ കള ഉണ്ടെങ്കിൽ ആ കളയെ വിളയാക്കി മാറ്റാനായിട്ടുള്ള പരിശ്രമം. അപ്പൊ എങ്ങനെയാണ് കള വിളയായി മാറുന്നത്? നമുക്കറിയാം, വിശുദ്ധ അഗസ്റ്റീനോസ് കളയായിരുന്നു ഒരിക്കൽ. എന്നാൽ അമ്മയുടെ കണ്ണീരിട്ട പ്രാർത്ഥന കൊണ്ട് അവൻ വിളയായിട്ട് മാറി എന്നുള്ളത് നമുക്കറിയാം. കുരിശിൽ കിടന്നവരിൽ ഒരുവൻ, അവൻ കള്ളനായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ അരികിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ അവൻ നല്ല കള്ളനായിട്ട് മാറി എന്ന് നമുക്കറിയാം. സക്കേവൂസിനെ നമുക്കറിയാം, അവൻ കളയായിരുന്നു. എന്നാൽ കർത്താവ് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സക്കേവൂസ് രക്ഷ ലഭിച്ച മനുഷ്യനായിട്ട് മാറി എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അതിന് നമുക്ക് വേണ്ട ഒരു എളുപ്പമല്ല കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ വിളകളെ നശിപ്പിക്കുന്ന കളകൾ ചുറ്റും വളരുമ്പോൾ അതും അറ്റം വരെ വളരട്ടെ എന്നൊക്കെ ചിന്തിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. എങ്കിലും ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താ? അവരുടെ അറിവില്ലായ്മയാണ്. രാത്രി വന്ന് ചെയ്തിട്ട് പോകുന്ന പണിയാണ്. മറ്റുള്ളവർ ഉറക്കത്തിലായപ്പോൾ ചെയ്തു പോയ കാര്യങ്ങളാണ്. ഇതിൻ്റെ പിന്നാലെ പോയാൽ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് നമ്മുടെ തന്നെ പ്രിയപ്പെട്ടവരുടെ അടുക്കലായിരിക്കും. നമ്മോടൊപ്പം നിൽക്കുന്നവരുടെ അറ്റത്തായിരിക്കും നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത നൊമ്പരമായി പ്രയാസമായിട്ടൊക്കെ മാറും. അതുകൊണ്ട് ആ കളകളെ അവഗണിക്കുക, അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. നീ വിളയായിട്ട് വളരാനായിട്ട് പരിശ്രമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബത്തിലാകട്ടെ സമൂഹ ജീവിതത്തിലാകട്ടെ, നമുക്കെതിരെ ഏറ്റവും കൂടുതൽ പണിവെക്കുന്നതും പാര പണിയുന്നതും ഒക്കെ ആരാ?
അകലങ്ങളിലുള്ളവരല്ല, കൂടെയുള്ളവരും കൂടപ്പിറപ്പുകളും കുടുംബത്തിലുള്ളവരും തന്നെയാ. ഇത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യമാണ്. നമ്മൾ അവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കുക, മാപ്പ് കൊടുക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ കാരണന്മാർ പറയും, ഇങ്ങനെ മലന്ന് കിടന്ന് തുപ്പരുത്, അത് നമ്മുടെ മേത്ത് തന്നെ വീഴും എന്നുള്ളതാണ്. ദാ കുരിശിൽ കിടന്നവന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്നുള്ളതാ. ഇത്തിരി പോന്ന കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അബദ്ധങ്ങളോ നമ്മുടെ മേൽ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്താലും നമ്മൾ കുഞ്ഞുങ്ങളോട് കലഹിക്കാനോ തല്ലുപിടിക്കാനോ ഒന്നും പോകില്ല. കാരണം എന്താ? അത് കുഞ്ഞാ, അവനറിയില്ല എന്നതുകൊണ്ട് നമ്മളത് വിട്ടുകളയും, ക്ഷമിച്ചു കളയും. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഇപ്രകാരമുള്ള അവസ്ഥകളെ ഈ ഒരു രീതിയിൽ കണ്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ പ്രശ്നങ്ങളൊന്നും ഒരാൾക്കും നമ്മുടെ മേൽ ഇങ്ങനെ ആരോപിക്കാനോ ഉണ്ടാക്കാനോ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തിരി പോന്ന കാര്യങ്ങളെ ഊതിപ്പെരുപ്പിക്കുവാനും അഡ്രസ് ഇല്ലാതെ വരുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാനും പോയാൽ നമ്മൾ ആരാകും? മണ്ടന്മാരും മടിയന്മാരും ഒക്കെയായിട്ട് മാറും. കാരണം എന്താ? ആധികാരികമായിട്ട് ചെയ്യാൻ കഴിവില്ല എന്നുള്ളത് അവൻ്റെ നട്ടലില്ലായ്മയാണ് എന്ന തിരിച്ചറിവ് ബോധമുള്ളവർക്ക് ഉണ്ടാകുക എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അവരോട് കലഹിക്കാൻ പോകേണ്ട ഒരാവശ്യവും ഒരാൾക്കും ഇല്ല എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. അവരെ അവരുടെ വഴികൾക്ക് വിട്ടുകൊടുത്തേക്കുക. കാരണന്മാർ പറയില്ലേ, വഴിയിൽ കിടന്ന പല പട്ടികളും കുരക്കും. വഴിയിൽ പോകുന്ന പട്ടികളുടെ പ്രത്യേകത എന്താ? ഉടമസ്ഥനില്ലാത്തവന്, അഡ്രസ് ഇല്ലാത്തവൻ. ഇങ്ങനെ അഡ്രസ് ഇല്ലാത്ത പട്ടികൾ വഴിയിൽ കിടന്ന് കുരച്ചാൽ ആ പട്ടികളെ നോക്കി കുരക്കേണ്ട ആവശ്യം മറ്റുള്ളവർക്കുണ്ടോ? ഒരാൾക്കും ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പിന്നെ കുറേ പേരൊക്കെ ഞങ്ങളാണ് പ്രമാണികൾ, ഞങ്ങളാണ് ആൾക്കാർ എന്ന രീതിയിൽ വരും. അവരെയും അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം എന്താ? പ്രമാണികളാണെന്ന് അവരെ അംഗീകരിക്കാൻ മറ്റുള്ളവർ തീരുമാനിക്കാത്തിടത്തോളം അവർ തന്നെ സ്വയം പറയുന്നതാണ്, ഞങ്ങളാണ് പ്രമാണികൾ, ഞങ്ങളാണ് ആൾക്കാർ. അപ്രകാരം വരുന്നവർക്ക് വീട്ടിൽ പോലും കാൽക്കാശിൻ്റെ വില ഉണ്ടാകില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മോട് പങ്കുവയ്ക്കുന്ന യാഥാർത്ഥ്യം വ്യക്തമാണ്. കളകളില്ലാത്ത ഒരു സമൂഹവും ഇല്ല. കളകൾ പറിച്ചു കളയാൻ വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റീവായിട്ടൊന്നും നമ്മൾ ചെയ്യില്ല. അതാ കർത്താവ് പറയുന്നത്, നമ്മുടെ ജീവിതം കൊണ്ട് വിളകളായിട്ട് മാറുക. അരികിലും അടുത്തും ഒക്കെ ഒത്തിരി കളകളുണ്ട്, അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. പലപ്പോഴും നമ്മൾ കളകൾ പെറുക്കിക്കളയാനും കളകൾ പറിച്ചു മാറ്റാനും ഒക്കെ പോയാൽ ഈ ജീവിതം കൊണ്ട് അതിന് മാത്രമേ നേരമുണ്ടാകൂ. നിന്റെ ജീവിതം കൊണ്ട് നീ ചെയ്യേണ്ട നന്മ നിനക്ക് ചെയ്യാൻ പറ്റാതെ പോകും എന്നുള്ളതാണ് ക്രിസ്തു ഇവിടെ വ്യക്തമാക്കി പറയുന്നത്. അവസാനം അത് തമ്പുരാന്റെ പണിയ. ഈ കളകൾ ആദ്യം ശേഖരിച്ച് കെട്ടുകളാക്കി അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയേണ്ടത് അത് അവൻ്റെ പണിയാ, യജമാനൻ്റെ ക്രിസ്തുവിൻ്റെ. ആ പണി അവന് വിട്ടുകൊടുത്തേക്കുക. ആ പണി നമ്മളാരും ഏറ്റെടുക്കാൻ പോകരുത്.